ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചങ്ങാതിക്കറി വിജ്ഞാനം. ഇന്നത്തെ വീഡിയോയിൽ 2019-20 വർഷങ്ങളിലെ മലയാള സാഹിത്യ അവാർഡുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. LSS മുതൽ PSC വരെയുള്ള എല്ലാ മത്സര പരീക്ഷകൾക്കും ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണിത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ മറ്റ് ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത് എഴുത്തച്ഛൻ പുരസ്കാരം. 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പോൾ സക്രിയയ്ക്കാണ്. 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പോൾ സക്രിയ. 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആനന്ദിനാണ്. 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആനന്ദിനാണ്, അല്ലെങ്കിൽ പി സച്ചിദാനന്ദൻ എന്നറിയപ്പെടുന്ന ആനന്ദിനാണ് 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ എഴുത്തച്ഛൻ പുരസ്കാര തുക 5 ലക്ഷം രൂപയാണ്. എഴുത്തച്ഛൻ പുരസ്കാര തുക 5 ലക്ഷം രൂപയാണ്. 1993 മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത്. 1993 മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത്. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. വള്ളത്തോൾ പുരസ്കാരം. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പോൾ സക്രിയയ്ക്കാണ്. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പോൾ സക്രിയയ്ക്കാണ്. 2018 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ്. 2018 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ്. അതുപോലെ 1991 പാല നാരായണ നായർക്കാണ് ആദ്യമായിട്ട് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്. 1991 ആദ്യമായിട്ട് പാല നാരായണ നായർക്കാണ് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ ബാലാമണി അമ്മയാണ്. വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിത അത് ബാലാമണി അമ്മയാണ്. അടുത്ത അവാർഡ് ജ്ഞാനപീഠ പുരസ്കാരമാണ്. 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. 2019 ജ്ഞാനപീഠം ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. 2018 അമിതാവ് ഘോഷിനാണ്. ഇത് ഇന്ത്യയിൽ ആകമാനം നൽകപ്പെടുന്ന ഒരു അവാർഡാണ്. ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയാണ് ജ്ഞാനപീഠ പുരസ്കാരം. അത് 2018 ലഭിച്ചത് അമിതാവ് ഘോഷിനും 2019 അക്കിത്തത്തിനുമാണ്. ജ്ഞാനപീഠം നേടുന്ന 6ാമത്തെ മലയാളിയാണ് അക്കിത്ത. അപ്പോൾ ഇതുവരെ 5 മലയാളികൾ ജ്ഞാനപീഠം നേടിയിട്ടുണ്ട്. അവ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ജ്ഞാനപീഠം നേടിയത് 1965 ജി ശങ്കരക്കുറുപ്പാണ്. അതിനുശേഷം SK പൊറ്റക്കാട് 1980, തകഴി ശിവശങ്കരപിള്ള 1984, MD വാസുദേവൻ നായർ 1995, ONV കുറുപ്പ് 2007. അവസാനമായി ജ്ഞാനപീഠം ലഭിച്ചത് അക്കിത്തത്തിനാണ് 2019. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2019 ലഭിച്ചത് വി മധുസൂദനൻ നായർക്കാണ്. മികച്ച കൃതിക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് കേന്ദ്ര സാഹിത്യം. അത് മലയാളത്തിൽ മികച്ച കൃതിക്കുള്ള അവാർഡ് ലഭിച്ചത് വി മധുസൂദനൻ നായർക്കാണ്. അച്ഛൻ പിറന്ന വീട് എന്ന കവിതയ്ക്കാണ് അദ്ദേഹത്തിന് 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. 2018 ഇത് ലഭിച്ചത് S രമേശൻ നായർക്കാണ്. ഗുരു പൗർണമി എന്ന കവിതാ സമാഹാരത്തിനാണ് S രമേശൻ നായർക്ക് 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്. ഈ അടുത്തിടയ്ക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2019 പ്രഖ്യാപിച്ചത്. 2019 നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് S ഹരീഷിനാണ്. 2019 നോവൽ എന്ന വിഭാഗത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് S ഹരീഷിനാണ്. അദ്ദേഹത്തിൻ്റെ നോവൽ മീശ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. അതുപോലെ കവിതാ വിഭാഗത്തിൽ 2 പേർക്ക് നേടിയിട്ടുണ്ട്. ഒന്ന് P രാമനും AR രേണുകുമാറിനും.
പി രാമന് രാത്രി 12 മണിക്കൊരു താരാട്ട് എന്ന കവിതയ്ക്കാണ് അദ്ദേഹത്തിന് 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. അതുപോലെ കൊതിയൻ എന്ന കവിതയ്ക്കാണ് AR രേണുകുമാറിന് 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് കവിതാ വിഭാഗത്തിൽ. ഇനി ചെറുകഥാ വിഭാഗത്തിൽ വിനോയ് തോമസിനാണ് ചെറുകഥാ വിഭാഗത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃതി രാമച്ചി എന്ന ചെറുകഥയ്ക്കാണ് വിനോയ് തോമസിന് 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് വൈശാഖനാണ്. ഇനി പത്മപ്രഭ പുരസ്കാരം 2020 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2020 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2019 സന്തോഷ് യേശിക്കാനത്തിനായിരുന്നു 2019 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ 1996 പത്മപ്രഭ പുരസ്കാരം നൽകി വരുന്നത്. ആദ്യമായിട്ട് ലഭിച്ചത് ഉണ്ണികൃഷ്ണനാണ് 1996 ആദ്യമായിട്ട് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. ഈ പത്മപ്രഭ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആരെന്ന് ചോദിച്ചാൽ മാതൃഭൂമി മുൻ മാനേജിംഗ് ഡയറക്ടറായ MP വീരേന്ദ്രകുമാർ തൻ്റെ അച്ഛൻ്റെ ആദരസൂചകമായിട്ടാണ് ഈ പത്മപ്രഭ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഇനി അടുത്ത വയലാർ അവാർഡ് 2020 വയലാർ അവാർഡ് ലഭിച്ചത് ഏഴാശ്ശേരി രാമചന്ദ്രനാണ്. 2020 വയലാർ അവാർഡ് ലഭിച്ചത് ഏഴാശ്ശേരി രാമചന്ദ്രൻ. ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചത്. അതുപോലെ 2019 അത് ലഭിച്ചത് VJ ജെയിംസിനാണ്. നിരീശ്വരൻ എന്ന കൃതിക്ക് 2019 VJ ജെയിംസിനാണ് വയലാർ അവാർഡ് ലഭിച്ചത്. അതുപോലെ വയലാർ പുരസ്കാര തുക 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപയാണ് വയലാർ പുരസ്കാര തുക. ആദ്യമായിട്ട് വയലാർ അവാർഡ് ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ്. അഗ്നിസാക്ഷി എന്ന കൃതിക്ക് 1977 ലളിതാംബിക അന്തർജനത്തിന് ആദ്യമായിട്ട് വയലാർ അവാർഡ് ലഭിക്കുന്നത്. ഇനി മുട്ടത്ത് വർക്കി പുരസ്കാരം 2019 ബെന്യാമിനാണ് ലഭിച്ചത്. 2019 ബെന്യാമിനാണ് മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ബെന്നി ഡാനിയൽ എന്നാണ്. അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ് ബെന്യാമിൻ. 2018 മുട്ടത്ത് വർക്കി ലഭിച്ചത് KR മീരയ്ക്കാണ്. 2018 മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചത് KR മീര. മുട്ടത്ത് വർക്കി പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് K സച്ചിദാനന്ദനാണ്. മുട്ടത്ത് വർക്കി പുരസ്കാരം ആദ്യമായി ലഭിച്ചത് K സച്ചിദാനന്ദനാണ്. അടുത്ത അവാർഡ് മാതൃഭൂമി പുരസ്കാരം 2020 മാതൃഭൂമി പുരസ്കാരം ലഭിച്ചത് K സച്ചിദാനന്ദനാണ്. 2020 മാതൃഭൂമി പുരസ്കാരം ലഭിച്ചത് K സച്ചിദാനന്ദനാണ്. അദ്ദേഹത്തിനാണ് മുട്ടത്ത് വർക്കി പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത്. 2019 UA ഖാദറിനാണ് മാതൃഭൂമി പുരസ്കാരം ലഭിച്ചത്. അതുപോലെ ആദ്യമായിട്ട് മാതൃഭൂമി പുരസ്കാരം ലഭിച്ചത് തീക്കൊടിയനാണ്. 2001 അദ്ദേഹത്തിന് ആദ്യമായിട്ട് മാതൃഭൂമി പുരസ്കാരം ലഭിക്കുന്നത്. ഇനി ONV സ്മാരക പുരസ്കാരം 2020 ലഭിച്ചത് ഡോക്ടർ M ലീലാവതിക്കാണ്. 2020 ONV സ്മാരക പുരസ്കാരം ലഭിച്ചത്. 2019 അക്കിത്തത്തിനാണ്. ഈ ഇടയ്ക്ക് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ അക്കിത്തത്തിനാണ് 2019 ONV സ്മാരക പുരസ്കാരം. അദ്ദേഹത്തിനായിരുന്നു 2019 ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചത്. ആദ്യമായിട്ട് ONV പുരസ്കാരം ലഭിച്ചത് 2017 സുഗതകുമാരിക്കാണ്. ആദ്യമായി ലഭിച്ചത് 2017 സുഗതകുമാരിക്കാണ്. ഇനി അടുത്തത് ഓടക്കുഴൽ അവാർഡ് 2019 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് N പ്രഭാകരനാണ്. 2019 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് N പ്രഭാകരനാണ്. 2018 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് EV രാമകൃഷ്ണനാണ്. മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. അതുപോലെ മായാമനുഷ്യൻ എന്ന കൃതിക്കാണ് 2019 N പ്രഭാകരന് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. അതുപോലെ ആദ്യമായിട്ട് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് 1969 ബാലകവി രാമനാണ് ആദ്യമായിട്ട് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ, നമ്മുടെ G ശങ്കരക്കുറുപ്പിന് നമുക്കറിയാം അദ്ദേഹത്തിനാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ G ശങ്കരക്കുറുപ്പ് തനിക്ക് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച തുകയിൽ നിന്ന് കുറച്ച് തുക മാറ്റി വെച്ചിട്ട്
ഉണ്ടാക്കിയ ഒരു ട്രസ്റ്റാണ്, അല്ലെങ്കിൽ അദ്ദേഹം രൂപീകരിച്ച ട്രസ്റ്റാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. ഈ ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ച കൃതിയായ ഓടക്കുഴൽ എന്ന കൃതിയുടെ പേരിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തിയത്. അപ്പോൾ ആരാണ് ഓടക്കുഴൽ അവാർഡ് നൽകുന്നത്? ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇതോടെ നമ്മുടെ വീഡിയോ അവസാനിച്ചു. ഇതുപോലെ മറ്റ് ധാരാളം വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.